ഒന്നും അറിയില്ലായിരുന്നു. ആരാന്ന് ഒന്നും അറിയില്ല. അറിഞ്ഞത് ഇവിടെ വന്ന് ഞങ്ങൾ വളരെ നല്ല ഒരു ബന്ധമായിരുന്നു. ആ സമയത്ത് വീട്ടുകാര്യങ്ങളൊക്കെ പറ്റി സംസാരിച്ച സമയത്ത് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞതാണ്. അപ്പോൾ പറഞ്ഞു വേടൻ്റെ മോന് പാട്ട് പാടും, യൂട്യൂബിലൊക്കെ പാട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കാണിച്ചു തന്ന് പേര് ഹിരൺ എന്നാണ്, ഹിരൺദാസ് എന്നൊക്കെയാണെന്ന് പറഞ്ഞ് ഇടയ്ക്ക് അവൻ്റെ അമ്മനെ കോണ്ടാക്ട് ചെയ്യലുണ്ടായിരുന്നു. പിന്നെ കുറേ ആയിട്ട് എനിക്ക് കിട്ടാതെ നിന്നപ്പോൾ ഞാൻ അവൻ്റെ അച്ഛനെ വിളിച്ചതാണ്. അപ്പോഴാണ് മരിച്ച വിവരമൊക്കെ അറിയുന്നത്. മരിച്ച വിവരം അറിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഫ്രെയിം ചെയ്തിട്ട് അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ സൂക്ഷിച്ച് വെച്ചതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഗായകനാണ് വേടൻ. കുട്ടികൾക്കായിരുന്നാലും പ്രായം ചെന്നവർക്കായാലും എല്ലാവർക്കും വേടനെ അത്രയ്ക്ക് ഇഷ്ടമാണ്. വേടന്റെ പാട്ടുകളെന്ന് പറഞ്ഞാൽ ഇപ്പൊ നരിവേട്ട എന്ന് പറയുന്ന സിനിമയില് പിന്നെ പാടിയിരിക്കുന്നത് വേടനാണ്. നല്ല സൂപ്പർ പാട്ടാണ്. ഇപ്പൊ കോഴിക്കോട് മണാശ്ശേരി പരിപാടി വേടൻ അവിടെ പങ്കെടുക്കുകയും മാനേജറെ കാൻവാത്തോടുകൂടി സ്റ്റേജിലേക്ക് വരികയും അപ്പം വന്നിട്ട് വേടനൊരു സമ്മാനം നൽകി. അത് കൊടുക്കണ കാണുമ്പോൾ തന്നെ നമ്മളെ കണ്ണങ്ങ് നിറഞ്ഞു പോവും. അപ്പോൾ ഈ പെൺകുട്ടി കോഴിക്കോട് സ്വദേശിയാണ്. അത് ഒരു ഫോട്ടോയാണ്, അത് അമ്മയുടെ ഫോട്ടോ. അപ്പോൾ വേടൻ്റെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞ് വേടന് ഭയങ്കര സങ്കടമായി. എന്തോന്ന് പറയണം എന്നറിയാൻ വയ്യാതെ വേടനങ്ങ് ഭയങ്കര വിഷമത്തോടു കൂടി അങ്ങ് നിൽക്കുകയാണ്. വേടന് അതിവിശിഷ്ടമായൊരു സമ്മാനം നൽകിയിരിക്കുകയാണ് കോഴിക്കോട് മണാശ്ശേരി സ്വദേശിയായിട്ടുള്ള ഒരു യുവതി. അവർ തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വേടൻ്റെ അമ്മയുടെ ഫോട്ടോയാണല്ലേ നൽകിയത്? അമ്മയുടെ ഫോട്ടോ എങ്ങനെ കിട്ടി? അമ്മ എൻ്റെ കൂടെ കുറച്ചു കാലം എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അമ്മയായിട്ട് നല്ലൊരു സൗഹൃദ. ഈ പെൺകുട്ടിയുടെ വീട്ടിൽ കുറെ നാൾ നിന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ നിന്നത് വേറൊന്നും കൊണ്ടായിരിക്കില്ല, ജോലിക്കാണ്. എന്നിട്ട് പോലും ഈ മഹജൂറ എന്ന് പറയുന്ന പെൺകുട്ടി അത് അവിടെ വെളിപ്പെടുത്തുന്നില്ല. എൻ്റെ വീട്ടിൽ കുറെ നാൾ നിന്നിട്ടുണ്ട്. നിന്നപ്പോൾ പറഞ്ഞതുപോലെ യൂട്യൂബിലൊക്കെ പാട്ട് പാടും, നല്ലൊരു ഗായകനായിട്ട് മാറും എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഈ അവിടെ നിന്ന് പോവുകയും കണ്ട് ചെയ്തു. കുറച്ച് നാളുണ്ടായിരുന്നെന്നാണ് ഈ പെൺകുട്ടി പറയണത്. നാൾ കഴിഞ്ഞപ്പോൾ വേടൻ്റെ അമ്മ മരണപ്പെട്ടു. യൂട്യൂബിലൊക്കെ ചെറുതായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട് കാരണം അപ്പം എനിക്ക് വീഡിയോ കാണിച്ചു തന്നെ. അപ്പോൾ അവൻ നല്ല പാട്ടുകാരനായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൻ രക്ഷപ്പെട്ടെന്ന് ഇത് അമ്മക്കത് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. അമ്മ മരിച്ചുപോയി. ഞാൻ അമ്മനെ കുറേ ആയിട്ട് വാട്സപ്പിലൊക്കെ കോൺടാക്ട് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ റിപ്ലൈ കിട്ടാതായപ്പോൾ അവൻ്റെ അച്ഛനെ വിളിച്ചു നോക്കി. അപ്പോഴാണ് അമ്മ മരിച്ച വിവരം അറിയുന്നത്. വേടന് വലിയ സന്തോഷമായില്ല? വേടന് ഭയങ്കര ഇമോഷണലി കുറച്ചൊരു ഫീലിംഗ് വന്നു അവൻ്റെ മുഖം കണ്ടപ്പോൾ. അമ്മയുടെ പ്രാർത്ഥന, അമ്മ വിചാരിച്ച പോലെ തന്നെ വേടൻ വലിയ നിലയിലെത്തിയിരിക്കുകയാണ്. പക്ഷെ അമ്മക്ക് അവൻ രക്ഷപ്പെട്ട കുടുംബം രക്ഷപ്പെടുന്നുണ്ട്. അപ്പൊ എപ്പോഴും അവരെ മക്കളെ പറ്റി പറയുകയാണ്. അവരെ കുറെ ഉണ്ടായിട്ടുണ്ട്. മക്കളങ്ങനെ അറിയിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ അമ്മേന്റെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ വേടനോട് പറഞ്ഞ് പിന്നീട് ഒരിക്കൽ പേഴ്സണലി പറയാൻ. പക്ഷെ അവൻ കുറച്ച് ഇമോഷണൽ ആയിപ്പോയി ആ ഫോട്ടോ കണ്ടപ്പോൾ. ഫോട്ടോ കണ്ടപ്പോൾ അവൻ ആകെ അപ്സെറ്റ് ആയിപ്പോയി, ഒന്ന് ഡൗൺ ആയിപ്പോയി. അവൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അപ്പം എന്നോട് പറഞ്ഞ് വിളിക്കുക, സംസാരിക്കുക, വീട്ടിലേക്ക് ഒരു ദിവസം വിളിച്ചിട്ടുണ്ട്, വീട്ടിൽ വരണമെന്ന് പറഞ്ഞു. നമ്പറൊക്കെ മേടിച്ചോ? നമ്പർ ആദ്യം ഉണ്ട്. ഇമോഷണലായിപ്പോയി ഫോട്ടോ കണ്ടപ്പോഴൊന്നും. വീട്ടിലോട്ട് ഒരു ദിവസം വിളിച്ചിട്ടുണ്ട്. വീട്ടിൽ വന്നിട്ട് സംസാരിക്കാം എന്ന് വേടൻ പറഞ്ഞു. കഷ്ടം ആ ഫോട്ടോ വാങ്ങിച്ചു വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് ചേർത്ത് വെച്ച് ആ സങ്കടത്തോടുകൂടി മേടിച്ച് വെച്ച്. എന്തായാലും അത് വളരെ സന്തോഷം. കുറേ നാൾ എൻ്റെ കൂടെ ഉണ്ടായി. അതിലാണ് ആ ഒരു പോയിൻ്റാണ്. കുറേ നാളുണ്ടായിരുന്നു. അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ജോലിക്ക് വന്നെന്നോ നിന്നെന്നോ അങ്ങനെ ഒന്നും പറഞ്ഞില്ല. അതാണ് ആ മനസ്സ് അതങ്ങനെ കാണിച്ച ആ മനസ്സിനാണ് വളരെ നന്ദി. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ പറഞ്ഞോ എൻ്റെ വീട്ടിൽ ജോലിക്ക് നിന്നതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞത്. എത്ര കഷ്ടപ്പെട്ട് നടന്നതാണ് എന്ന് പറഞ്ഞാൽ വേടൻ്റെ അമ്മ ഇങ്ങനെ ജോലിക്കൊക്കെ പോയി അങ്ങനെയാണ് കഴിഞ്ഞ് പോയത്. പക്ഷേ ഇപ്പം ആ അമ്മയ്ക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ കുറച്ച് നാളാകണ്ടേ ആയുള്ളൂ മരണപ്പെട്ടിട്ട്.
അച്ഛനുണ്ട്, അച്ഛന് എന്നും വിളിച്ചിരുന്ന്, അതുപോലെ സഹോദരിയും വിളിക്കാറുണ്ട്. അതുപോലെ ഇനിയും വേടം ഉയരങ്ങളിലേക്ക് എത്തട്ടെ എല്ലാവരുടെയും മനസ്സിൽ. അത് ആ സ്റ്റേജുകൾ തന്നെ ഇളക്കി മറിക്കണം വേണം കാണാനായിട്ട്. അത് ഒരു അർത്ഥം വെച്ചുള്ള പാട്ടുകൾ ഉണ്ടാക്കണതാണ്. ആ വരികൾ എല്ലാം ഉണ്ടാക്കി പാടണതിനാണ് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടത്. അത്ര നല്ല ഗാനങ്ങളും ഈ പ്രായത്തിൽ ഇതുപോലൊരു ഗായകനെ സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല. അത്രയ്ക്ക് നല്ല ഗായകനാണ്. ഇനിയും ഉയരങ്ങളിൽ ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ.